ഒന്നല്ല രണ്ടല്ല നിരവധി ചോദ്യങ്ങളാണ് CPM-നും പിണറായി വിജയനും MV ഗോവിന്ദനും നേർക്ക് ഉയർന്നു വരുന്നത്. പത്തനംതിട്ട CPM-ൽ ചേർന്നത് റൌഡിയും ക്രിമിനൽ കേസ് പ്രതികളുമടക്കം 50 പേർ എന്നുള്ളത് പത്തനംതിട്ട സമ്മേളനം തന്നെ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. റൌഡി ലിസ്റ്റിലും കാപ്പ ശുപാർശ പട്ടികയിലും ഉൾപ്പെട്ടവർ CPM-ൽ ചേർന്നു. അവരെ പാർട്ടി സ്വീകരിച്ചത് വലിയ ആക്ഷേപത്തിനിടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെ പാർട്ടിയിൽ കടന്നുകൂടി എന്നുള്ളത് പത്തനംതിട്ട CPM ജില്ലാ സമ്മേളനം ചർച്ച ചെയ്യും. അവിടം കൊണ്ട് തീർന്നില്ല. നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി 2 തട്ടിലായതും ചോദ്യമായി മാറും. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി എന്ന് പ്രഖ്യാപിച്ച ശേഷം പ്രതിസ്ഥാനത്തുള്ള PP ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചത് ജില്ലയിലെ പ്രവർത്തകരിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. അവിടം കൊണ്ടും തീർന്നില്ല. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ വിമത നീക്കം CPM-ന് വലിയ തലവേദനയായിട്ടുണ്ട്. സമാന്തര പാർട്ടി ഓഫീസിന് പിന്നാലെ DYFI യൂത്ത് സെന്ററും തുറന്നത് സഖാക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ്. വിദ്വേഷ പ്രസംഗവുമായി ഇറങ്ങിയ CPM-ന്റെ തിക്കോടി ലോക്കൽ സെക്രട്ടറിയെ പിണറായിയുടെ പോലീസ് തന്നെ ഒടുവിൽ പൂട്ടി. CPM-നുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. പത്തനംതിട്ട CPM-ൽ ചേർന്നത് റൌഡിയും ക്രിമിനൽ കേസ് പ്രതികളുമടക്കം 50 പേർ. മലയാളപ്പുഴ സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ട വെട്ടൂർ സ്വദേശി സിദ്ദിഖും വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരും CPM-ൽ ചേർന്നു. റൌഡി ലിസ്റ്റിലും കാപ്പ ശുപാർശ പട്ടികയിലും ഉൾപ്പെട്ടവർ CPM-ൽ ചേർന്നതും സ്വീകരിച്ചു പാർട്ടി രംഗത്തു വന്നതും വലിയ ചർച്ചയായിട്ടുണ്ട്. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ നവീൻ ബാബു വിഷയവും ചർച്ചയാകുമ്പോൾ ആ വഴിക്കും CPM-ന് ചോദ്യങ്ങൾ. അവിടെ കൊണ്ടും തീർന്നില്ല. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വീണ്ടും വിമത നീക്കം. സമാന്തര പാർട്ടി ഓഫീസിന് പിന്നാലെ DYFI യൂത്ത് സെന്ററും തുറന്നു. തിക്കോടിയിലെ കൊലവിളി പ്രസംഗത്തിൽ CPM തിക്കോടി ലോക്കൽ സെക്രട്ടറി കളത്തിൽ ബിജു അറസ്റ്റിലായി. പുതുതായി CPM പാർട്ടിയിലേക്ക് സ്വീകരിച്ചവരിൽ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ടയാളും ക്രിമിനൽ കേസ് പ്രതികളും. മലയാളപ്പുഴ സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ട വെട്ടൂർ സ്വദേശി സിദ്ദിഖ്, വിവിധ കേസുകളിൽ പ്രതികളായ പ്രമാടം സ്വദേശികൾ മാജിക് കണ്ണൻ, അരുൺ എന്നിവരുമാണ് പാർട്ടിയിൽ ചേർന്നത്. പോലീസുകാരനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതടക്കം 4 കേസുകളിലെ പ്രതിയാണ് സിദ്ദിഖ്. വധശ്രമ കേസിൽ ദിവസങ്ങൾക്ക് മുൻപ് ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ആളാണ് അരുൺ. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി 50-ലധികം പേരാണ് പാർട്ടിയിൽ ചേർന്നത്. ഈ കൂട്ടത്തിലെ പ്രധാനികളാണ് 3 പേരും. മാസങ്ങൾക്ക് മുൻപ് കാപ്പ കേസ് പ്രതിയടക്കം പാർട്ടിയിൽ ചേർന്നത് വലിയ വിവാദമായിരുന്നു. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് തൊട്ടു മുൻപ് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് ചേർത്തവരിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരുണ്ട് എന്നുള്ള ആക്ഷേപം വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് CPM-ന്. വിവിധ പാർട്ടികളിൽ മുൻപ് പ്രവർത്തിച്ചവരാണ് കഴിഞ്ഞ ദിവസം CPM-ൽ ചേർന്നത്. RSS, BJP, കോൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ വിട്ടുവന്ന 200ഓളം യുവാക്കൾ CPM-ന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു സാമൂഹിക മാധ്യമങ്ങളിൽ ചിത്രമടക്കം പങ്കുവച്ച പോസ്റ്റിൽ അവകാശപ്പെടുന്നത്. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് കോന്നിയിൽ പതാക ഉയർന്നു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുന്നു. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. പക്ഷേ അവിടം കൊണ്ടൊന്നും CPM-നുള്ള ചോദ്യം തീരുന്നില്ല. തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചോർന്ന പശ്ചാത്തലത്തിൽ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് അതീവ രഹസ്യമായാണ് സൂക്ഷിക്കുന്നത്. ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് പാർട്ടിയുടെ പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾ 2 തട്ടിലെന്ന് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ നേതാക്കളിൽ നിന്നുണ്ടായ പ്രതികരണങ്ങൾ പ്രതിനിധികളുടെ വിമർശനത്തിനിടയാക്കും. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടിയെന്ന് പ്രഖ്യാപിച്ച ശേഷം പ്രതിസ്ഥാനത്തുള്ള PP ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചത് ജില്ലയിലെ പ്രവർത്തകരിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. കേസിൽ CBI അന്വേഷണത്തെ എതിർക്കാനുള്ള കാരണം നേതാക്കൾ വിശദീകരിക്കുമെന്നാണ് സൂചന. CBI കൂട്ടിലടച്ച തത്തയാണെന്ന കോടതി നിരീക്ഷണമാണ് നേതാക്കൾ ഏരിയ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ജില്ലയിലെ ചില ലോക്കൽ സമ്മേളനങ്ങൾ ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ചതും പിന്നീട് വീണ്ടും നടത്തിയതും കടുത്ത വിഭാഗീയത കാരണമാണെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് കാപ്പ പീഡനക്കേസ് പ്രതികൾ പാർട്ടിയിൽ കടന്നുകൂടിയതും ചർച്ചയിൽ ഉയർന്നു വന്നേക്കും. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ CPM-ന്റെ സമാന്തര പാർട്ടി ഓഫീസിന് പിന്നാലെ സമാന്തര DYFI യൂത്ത് സെന്ററും തുറന്ന വിമതർ. DYFI മേഖലാ സെക്രട്ടറി S സദ്ദാം ഹുസൈൻ, പ്രസിഡന്റ് K മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യൂത്ത് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലാ നേതൃത്വം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിന് തൊട്ട് പിന്നാലെയാണ് ഇവർ സമാന്തര യൂത്ത് സെന്റർ തുറന്നത്. കൊഴിഞ്ഞാമ്പാറയിലെ പാർട്ടി വിമതർ സമാന്തര ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെയാണ് CPM-ലെ വിഭാഗീയത യുവജന സംഘടനയായ DYFI-യിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. സമാന്തര CPM ഓഫീസിന് തൊട്ടടുത്ത് തന്നെയാണ് യൂത്ത് സെന്ററും. രേഖാമൂലം ഒരു അറിയിപ്പ് നൽകാതെയാണ് തങ്ങളെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതെന്നും DYFI എന്ന സ്വതന്ത്ര സംഘടന CPM ജില്ലാ സെക്രട്ടറിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധനമായി മാറിയിരിക്കുകയാണെന്നും വിമത നേതാക്കൾ പറഞ്ഞു. വിമതർ ഡിസംബർ 29-ന് DYFI-യുടെ സമാന്തര കൺവെൻഷൻ വിളിക്കുവാൻ തീരുമാനമെടുക്കുകയും ഫ്ലക്സ് ബോർഡ് ഉൾപ്പെടെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു.
ഇതോടെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികൾ മേഖലാ സെക്രട്ടറി സദാം ഹുസൈനെയും കെ മനോജിനെയും സംഘടനയിൽ നിന്നും പുറത്താക്കിയെന്ന് അറിയിച്ചത്. തിക്കോടിയിലെ കൊലവിളി പ്രസംഗവുമായി ബന്ധപ്പെട്ട് CPM തിക്കോടി ലോക്കൽ സെക്രട്ടറി കടത്തൽ വിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് ജാമ്യത്തിൽ വിട്ടയച്ചു. മുസ്ലിം ലീഗ് തിക്കോടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പുതിയപുരയിൽ കുഞ്ഞഹമ്മദിന്റെ പരാതിയിലാണ് പയ്യോളി പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. തിക്കോടി കോടിക്കൽ കുറ്റിവയൽ പ്രദേശത്ത് CPM സ്ഥാപിച്ച 24ഓളം പതാകകൾ നശിപ്പിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നടപടിക്കെതിരെ നടത്തിയ പ്രതിഷേധ യോഗത്തിലാണ് ബിജുവിന്റെ വിദ്വേഷ പരാമർശം.